الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ കൃത്യമായി പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ജുമുഅക്ക് നമ്മൾ ഇതുപോലെ വന്നിരിക്കുമ്പോൾ നോമ്പുകാരായിട്ടായിരിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും ശരിയായ രീതിയിൽ നോമ്പനുഷ്ഠിക്കുവാനും റമളാനിന്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഓരോ റമളാനും നേടിയെടുക്കുവാൻ സാധിക്കുക എന്നത് വലിയ ഒരു നേട്ടവും അനുഗ്രഹവുമാണ്. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗം ലഭിക്കാൻ നോമ്പിനെ പോലെ മറ്റൊന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. നരകത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊന്ന്. ഈ കൊടും ചൂടിന്റെ തീഷ്ണതയിൽ
നരകത്തിന്റെ ചൂടിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദുനിയാവിലെ എല്ലാ ചൂട് കൂടിയാലും അതിന്റെ 69 ഇരട്ടി ചൂടുണ്ടാകും നരകത്തിന്റെ ചൂട് എന്ന് പറയുമ്പോൾ നമുക്കാർക്കും താങ്ങുവാൻ സാധിക്കുന്നതല്ല. അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരു കാര്യം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി ഒരു ദിവസം നോമ്പെടുത്താൽ പടച്ചറബ്ബ് ആ നോമ്പ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷത്തെ വഴിദൂരം അയാളെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റിക്കളയുമെന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള പരിച. അതുകൊണ്ട് സ്വർഗം മോഹിക്കുന്ന, നരകത്തിൽ നിന്ന് മുക്തി ആഗ്രഹിക്കുന്ന എല്ലാവരും നോമ്പിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആ അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിലൊക്കെ അറിഞ്ഞും അറിയാതെയും പല അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടാകും. പരിശുദ്ധ റമദാൻ ആ പാപക്കറകളെല്ലാം കഴുകി നമുക്ക് റബ്ബിന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കുവാനുള്ള ഒരു അസുലഭ അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും, എത്രയോ ആളുകൾ ഇന്ന് ഖബറുകളിലാണുള്ളത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്രകാരം തന്നെ സജീവമായി കഴിഞ്ഞ റമദാനിലൊക്കെ ഉണ്ടായിരുന്ന പല ആളുകളും രോഗികളായി അവരുടെ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമാണ്. അള്ളാഹു അവർക്ക് പരിപൂർണമായ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ആരോഗ്യത്തോടുകൂടി ഒരു റമദാനിനെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഈമാനോടുകൂടിയുള്ള ദീർഘായുസ് വലിയ സമ്പാദ്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം മരണത്തോടുകൂടി പുണ്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെടും. ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്ന രംഗമാണ്. അതുകൊണ്ടൊരു വിശ്വാസിക്ക് ഒരു ദിവസമെങ്കിലും ആയുസ് കൂടിക്കിട്ടിയാൽ റബ്ബുമായി കൂടുതൽ അടുക്കുവാനും ദിക്ർ ദുആകളിലൂടെ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതലായി ഒരു പുണ്യമാണ്. അതേപോലെ ആ ദിവസങ്ങളിലെ നമസ്കാരങ്ങൾ, ദിക്ർ ദുആകൾ, അങ്ങനെ തുടങ്ങി എല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ നേട്ടങ്ങളാണ് എന്ന് പറയുമ്പോൾ റമദാൻ വിശേഷിച്ചും ആ സമ്പാദ്യങ്ങളിൽ, അനുഗ്രഹങ്ങളിൽ വലിയ സ്ഥാനമുള്ള കാര്യമാണ്. മറ്റ് മാസങ്ങളെക്കാൾ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ആ റമദാനിനുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ അവസാന ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഖുത്ബ നിർവഹിച്ചു, പ്രഭാഷണം നടത്തി. ഫഖാൽ, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് അളല്ലകും ശഹ്റുൻ അദീമുൻ മുബാറക്, ഇതാ നിങ്ങൾക്ക് ആസന്നമായിരിക്കുന്നു മഹത്തായൊരു മാസം, അനുഗ്രഹീതമായൊരു മാസം. ഇമാം ഇബ്നു ഖുസൈമയും ഇമാം ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ പരമ്പര പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഉള്ള മറ്റു പല ഹദീസുകളിലൂടെയും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്, പരിശുദ്ധ റമദാൻ എന്നത് ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ് എന്നതിൽ വിശ്വാസികളായ നമുക്കാർക്കും സംശയമുണ്ടാകുവാൻ സാധ്യതയില്ല. ബറക്കത്തുൻ ഫിൽ വഖ്ത്, അതിന്റെ സമയത്തിൽ അനുഗ്രഹമുണ്ട്. വബറക്കത്തുൻ ഫിൽ അമൽ, അതിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ബറക്കത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. വബറക്കത്തുൻ ഫിൽ ജസാഇ വസ്സവാബ്, നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിലും മറ്റ് ദിവസങ്ങളെക്കാൾ മുന്തിയ പരിഗണനയും അനുഗ്രഹവുമുള്ള ദിവസങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് നന്മകൾക്ക് അനുകൂലമായ സാഹചര്യം അള്ളാഹു ഒരുക്കി തരുമ്പോൾ അതിന്റെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നന്മകൾക്കായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ആഗ്രഹവും നിയ്യത്തും നമുക്കുണ്ടായിരിക്കണം ഒന്നാമതായി. കാരണം അടുത്ത റമദാനിൽ, അതല്ല ഈ റമദാനിൽ തന്നെ നമ്മിൽ എത്ര പേരുണ്ടാകും ആ റമദാൻ പൂർത്തീകരിക്കുവാൻ നമുക്കാർക്കൊക്കെ സാധിക്കും എന്ന് പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ വിലയറിയണം, നന്മകൾ ഒന്നും നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തുമെന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. അതിനായി നിരന്തരം പടച്ചറബിനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം.
പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള ആയത്തുകൾ റമദാനിന്റെ അഹ്കാമുകളുമായി വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന 183-ാമത്തെ ആയത്തിൽ തുടങ്ങി നോമ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ അതിനിടയിൽ 186-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, അവരുടെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് അവർക്ക് ചോദിക്കുവാനുള്ളതൊക്കെ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ, ഞാൻ അവർക്ക് നൽകാം. അപ്പോ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് റമദാനിന്റെ അഹ്കാമുകൾ പറയുന്നതിനിടയിൽ അള്ളാഹു പ്രത്യേകം ഒരു ആയത്ത് അവിടെ പറയുവാനുള്ള കാരണം ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാർ ഉണർത്തിയ ഒരു സംഗതി, വഫീ ദിക്രിഹി തആല ഹാദിഹിൽ ആയത്തൽ ബാഇസ അല ദുആ, ദുആഇനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഈ വചനം അല്ലാഹു മുതഖല്ലിലതൻ ബൈന അഹ്കാമിസ് സിയാം, നോമ്പിന്റെ വിധിവിലക്കുകൾക്കിടയിൽ അല്ലാഹു ആ വചനം അവിടെ പറയുവാനുള്ള കാരണം ഇർഷാദുൻ ഇലൽ ഇജ്തിഹാദി ഫി ദുആ, വിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങൾക്കിടയിൽ ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. ഇൻദ ഇക്മാലിൽ ഇദ്ദ, ആ റമദാനിന്റെ എണ്ണം പൂർത്തിയാക്കുമ്പോഴും, ബൽ വഇൻദ കുല്ലി ഫിത്രിൻ, ഓരോ ദിവസത്തെയും നോമ്പ് തുറക്കുമ്പോഴും. അതുകൊണ്ട് തന്നെ ഈ പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ മനസ്സ് വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മകൾക്കായിട്ടുള്ള മനസ്സ് അഥവാ നിയ്യത്ത്, ദൃഢനിശ്ചയം ചെയ്യലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുല്ലാഹി ബിൻ അഹ്മദ്, അദ്ദേഹം വാപ്പയോട് ചോദിക്കുന്നു, ഔസിനി യാ അബതി, വാപ്പ എനിക്ക് നിങ്ങൾ ഒരു ഉപദേശം നൽകണം, വസിയ്യത്ത് നൽകണം. അപ്പോൾ വാപ്പ പറഞ്ഞു കൊടുത്ത അഥവാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം മകന് കൊടുക്കുന്ന വസിയ്യത്തിൽ ഒന്നാമതായി കാണുവാൻ സാധിക്കും, യാ ബുനയ്യ ഇൻവിൽ ഖൈർ, മോനെ നീ നന്മകൾക്ക് നിയ്യത്ത് വെക്കുക, നന്മ ചെയ്യും എന്ന് നീ ദൃഢനിശ്ചയം ചെയ്യുക. ഫഇന്നക ലാ തസാലു ബിഖൈരിൻ മാ നവൈതൽ ഖൈർ, നന്മ ചെയ്യാൻ നീ നിയ്യത്ത് വെക്കുന്നിടത്തോളം, ഉദ്ദേശിക്കുന്നിടത്തോളം കാലം നീ നന്മയിൽ തന്നെയായിരിക്കും എന്നാണ് അദ്ദേഹം കൊടുത്തത്. നന്മയാഗ്രഹിക്കുന്ന മകന് സ്നേഹനിധിയായ പിതാവ് കൊടുക്കുന്ന വസിയ്യത്താണത്. അഥവാ നന്മക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസിയുടെ നിയ്യത്ത് പ്രതിഫലാർഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ അതിനിടയിൽ പല തടസ്സങ്ങളും വന്നാൽ പോലും ആ നിയ്യത്തിന്റെ കൂലി നമുക്കുണ്ടാകും. അതുകൊണ്ട് ഒന്നാമതായി പരിശുദ്ധ റമദാൻ നമ്മുടെ അടുക്കലേക്ക് എത്തുമ്പോൾ, നമ്മൾ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിശ്ചയിച്ച എല്ലാ നന്മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ പുണ്യങ്ങളും ഞാൻ കരസ്ഥമാക്കാൻ എന്റെ പരമാവധി പരിശ്രമിക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം, നിയ്യത്താണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനിടയിൽ തടസ്സങ്ങൾ നേരിട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു, ഇദാ മരിളൽ അബ്ദു ഔ സാഫർ, ചില ആളുകൾക്കുണ്ടാകും വലിയ ആഗ്രഹത്തോടുകൂടി കഴിഞ്ഞ റമദാനുകളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളുകൾ രോഗികളായി വീട്ടിൽ കഴിയുമ്പോൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള വിളിനാട്ടങ്ങൾ കേൾക്കുമ്പോൾ ആ വിളിക്കുത്തരം ചെയ്യാൻ കഴിയാതെ, നടന്ന് പള്ളിയിലേക്ക് പോകുവാൻ സാധിക്കാതെ, പള്ളിയിലെ സഫുകളിൽ വന്ന് ഇരിക്കുവാനും നിസ്കരിക്കുവാനും സാധിക്കാതെ മനസ്സ് പിടക്കുന്ന വേദനിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന സാന്ത്വനത്തിന്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. ഇദാ മരിളൽ അബ്ദു, ഒരു അടിമ രോഗിയായാൽ, ഔ സാഫറ, അല്ലെങ്കിൽ യാത്ര പോകേണ്ടി വന്നാൽ, അനിവാര്യമായ ചില യാത്രകൾ ഉണ്ടാകും, അപ്പോൾ നോമ്പെടുക്കുവാൻ സാധിക്കാതെ വരും, എങ്കിലും അവർ പ്രയാസപ്പെടേണ്ടതില്ല. കുതിബ ലഹു മിനൽ അമലി മാ കാന യഅമലുഹു വഹുവ സ്വഹീഹുൻ മുഖീം, നാട്ടിലുണ്ടായിരുന്നപ്പോൾ, ആരോഗ്യത്തോടുകൂടി ഉണ്ടായിരുന്നപ്പോൾ അയാൾ ചെയ്തിരുന്ന കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം ഒന്നും കുറക്കാതെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ പോലും നന്മ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക്, നന്മ കരുതിയിരുന്ന പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക്
പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അപ്പോൾ എന്താണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്? എന്തിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ദൃഢനിശ്ചയം ചെയ്യേണ്ടത്? അതിന് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ മാസങ്ങളിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. മല്ലദി യുശ്റഉ ഫീ ഹാദാ ശഹർ, ഈ പുണ്യമാസത്തിൽ അള്ളാഹു മതമായി നിശ്ചയിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ അറിയണം, പഠിക്കണം. അങ്ങനെയാകുമ്പോൾ ഒരു കാര്യം ഒരു ബസീറത്തോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ ഒരു അധ്യായം തന്നെ കൊടുക്കുന്നത് ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ, ഒരു കാര്യം പറയുന്നതിനും ചെയ്യുന്നതിനും മുമ്പ് ആ വിഷയത്തിലുള്ള ഇൽമ് കരസ്ഥമാക്കണമെന്നാണ്. അപ്പൊ പരിശുദ്ധ റമദാനിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞ് അത് എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തുവാൻ, ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു പ്ലാനിങ്ങും ദൃഢനിശ്ചയവുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ റമദാനിൽ പ്രത്യേകമായിട്ടുള്ളത് നോമ്പ് തന്നെയാണ്. ഫർദുൻ അലൽ മുസ്ലിം അൽ ഖാദിർ അൽ മുഖീം, നാട്ടിലുള്ള കഴിവുള്ള മുസ്ലിമായ ഏതൊരു മനുഷ്യനും ഫർദായി അല്ലാഹു നിശ്ചയിച്ചതാണ് റമദാനിലെ നോമ്പ്. അത് അഹദു അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളിൽ ഒരു കാര്യമാണ്. 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 തൂണുകളിലായിട്ടാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങളും എണ്ണി പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു കാര്യമായി നോമ്പിനെ സംബന്ധിച്ച് എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് പ്രായപൂർത്തിയായ ശേഷിയുള്ള നാട്ടിലുള്ള എല്ലാവർക്കും നിർബന്ധമായ സംഗതിയാണ്. അപ്പോൾ എന്തിനാണ് നോമ്പ്, അതിന്റെ ലക്ഷ്യമെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. പലപ്പോഴും പലതരത്തിലുള്ള നോമ്പിന്റെ ലക്ഷ്യങ്ങളും അതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഗുണങ്ങളുമൊക്കെ പലരും പറയാറുണ്ട്. വിശപ്പിന്റെ വേദന അറിയുവാനാണ്, അതേപോലെ നമ്മുടെ ആരോഗ്യത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പലതും പറയാറുണ്ടെങ്കിലും അള്ളാഹു പറഞ്ഞത് എന്താണ്? ഒന്നാമതായി അല്ലാഹു പറഞ്ഞത് സൂറത്ത് അൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നോമ്പിൽ എങ്ങനെയാണ് നമുക്ക് ആ തഖ്വ കരസ്ഥമാക്കുവാൻ സാധിക്കുക എന്നത് അല്പമൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസക്കാലം പട്ടിണി കിടന്നാൽ എങ്ങനെയാണ് മുത്തഖിയായി മാറുക, തഖ്വ നേടിയെടുക്കുവാൻ സാധിക്കുക എന്ന് വിവരമില്ലാത്ത ആളുകൾ വിമർശിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചാൽ, അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാൽ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നോമ്പിന്റെ ഗുട്ടൻസ്, അതിന്റെ രഹസ്യം തർക്കു മഹ്ബൂബാത്തിൻ നഫ്സി വതലദ്ദുദാതിഹാ, മനസ്സ് കൊതിക്കുന്ന, ശരീരം ആഗ്രഹിക്കുന്ന ഒട്ടേറെ സംഗതികളുണ്ട്. അതിനെയെല്ലാം നമ്മൾ ബോധപൂർവം വേണ്ട എന്ന് വെക്കുകയാണ്. റമദാനിന്റെ പകൽ സമയത്ത് നമുക്ക് നല്ല വിശപ്പുണ്ട്, അതേപോലെ തന്നെ തൊണ്ട വരണ്ടു പോകുന്ന ദാഹമുണ്ട്. അത് കുടിക്കുവാനും ആ വിശപ്പ് അകറ്റുവാനും പറ്റുന്ന അന്നപാനീയങ്ങൾ നമ്മുടെ കയ്യെത്താവുന്ന ദൂരത്തുണ്ട്. ആരും കാണാതെ വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മുടെ വികാരങ്ങൾ ശമിപ്പിക്കുവാനുള്ള ഹലാലായ ഭാര്യ നമ്മുടെ കൂടെയുണ്ട്. ഒരേ കിടപ്പറയിലാണ്, ഒരേ ബെഡിലാണ് കിടക്കുന്നത്. എന്നാലും അല്ലാഹ് ഹലാലാക്കി തന്ന മറ്റ് സമയത്ത് നമുക്ക് അനുവദനീയമായ പലതും നോമ്പിന്റെ പകൽ സമയത്ത് നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു. തർക്കു മഹ്ബൂബാത്തിൻ നഫ്സി വതലദ്ദുദാതിഹാ ഈസാറൻ ലിമഹബ്ബത്തില്ലാഹി വമർദാതി, പടച്ച റബ്ബിന്റെ ഇഷ്ടവും അവന്റെ സ്നേഹവും അവന്റെ പ്രീതിയും കാംക്ഷിച്ചുകൊണ്ട് മാത്രം. നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആവശ്യമില്ലാഞ്ഞിട്ടല്ല, അത് കിട്ടാഞ്ഞിട്ടുമല്ല, എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാം നമ്മുടെ കയ്യെത്താവുന്ന ദൂരത്തുണ്ട്. ആളുകൾ കാണുമെന്നുള്ള ഭയമാണെങ്കിൽ വാതിൽ കുറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഭക്ഷിക്കാം, വെള്ളം കുടിക്കാം. പക്ഷെ നമ്മൾ ആരും അത് ചെയ്യുന്നില്ല. എന്തിനാണ്? പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നോട്ടത്തെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹ് എനിക്ക് പാടില്ല എന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ. എങ്കിൽ ആ ഒരു മാസക്കാലം ഇതുപോലെയുള്ള ട്രെയിനിങ്ങിലൂടെ നമ്മൾ പൂർത്തിയാക്കുന്ന പരിശീലനം റമദാനിന് ശേഷം അല്ലാഹ് വിലക്കിയ ഹറാമായ ഒന്നിലേക്ക് നമ്മുടെ കൈയും കണ്ണും കാതും പോകാതിരിക്കാനുള്ള ഒരു പരിശീലനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ വിധിവിലക്കുകൾ പഠിച്ചറിഞ്ഞു വേണം നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കാൻ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മളോട് നോമ്പിന്
പ്രത്യേകിച്ച് ഒരു അത്താഴം കഴിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടക്കുള്ളൊരു അത്താഴം, നമ്മൾ ആരും പരിചയിച്ചിട്ടില്ലാത്ത നേരത്ത് ഒരു ഭക്ഷണം കഴിക്കൽ. തസഹറൂ ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട്, ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതേപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ് അകലത്തുസ് സുഹൂർ, നമ്മുടെയും വേദക്കാരുടെയും അഥവാ ജൂത ക്രിസ്ത്യാനികളുടെയും ഇടയിലുള്ള നോമ്പിന്റെ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അത്താഴം കഴിക്കുന്നുണ്ട്, അവർക്ക് അത്താഴം ഇല്ല എന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ആ ആരാധനാ കർമ്മത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ഫുഡ് അവിടെ വേണ്ട, ഭക്ഷണം വേണ്ട എങ്കിലും ആ പുണ്യം കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമുക്ക് സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരിറക്ക് വെള്ളമെങ്കിലും ഒരു ഈത്തപ്പഴമെങ്കിലും കഴിച്ച് ആ പുണ്യം നേടിയെടുക്കുവാൻ സാധിക്കണം. പകലിൽ ഉന്മേഷത്തോടുകൂടി ഇബാദത്തുകൾക്ക് ഊർജം കിട്ടുവാൻ അത് സഹായിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പഠിപ്പിച്ചൊരു ചര്യയുണ്ട്. നോമ്പെടുക്കുമ്പോൾ നിങ്ങൾ അത്താഴം കഴിക്കണമെന്ന് പറഞ്ഞു. അത് ജൂത ക്രിസ്ത്യാനികളോട് എതിരാകാനുള്ള ഒരു ചര്യയാണ് എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചു. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചിരുന്നത്? അനസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത്, തസഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചക തിരുമേനിയോടൊപ്പം അത്താഴം കഴിച്ചു, നോമ്പിനുള്ള അത്താഴം കഴിച്ചു. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിനും ആ അത്താഴത്തിനും ഇടയിൽ ഖദറ 50 ആയ 50 ആയത്തുകൾ ഓതി തീർക്കുവാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ മറ്റു ചില ഹദീസുകളിൽ കാണുവാൻ സാധിക്കുന്നത് പോലെ, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കുവാൻ സമയമായി കഴിഞ്ഞാൽ ഉത്സാഹം കാണിക്കുന്നിടത്തോളം മനുഷ്യന്മാർ ഖൈറിൽ തന്നെയായിരിക്കും, നന്മയിലായിരിക്കും. അതേപോലെ തന്നെ അത്താഴം പിന്തിപ്പിക്കുന്നിടത്തോളം, അത്താഴം നേരത്തെ തന്നെ കഴിച്ച് കിടക്കുകയല്ല, അതിനുശേഷമുള്ള ഒരു ഉറക്കമല്ല, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആ സുബ്ഹിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് അത്താഴം കഴിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതിൽ നമുക്ക് പകൽ സമയത്ത് ഇബാദത്തുകൾ ചെയ്യുവാനുള്ള ഊർജവും ഉന്മേഷവും കിട്ടുമെന്നത് അതിലൂടെ കിട്ടുന്നൊരു നേട്ടമാണ്. നോമ്പിന് വിഘാതമാകുന്ന ഒന്നും, അന്നപാനീയങ്ങൾ മാത്രമല്ല ഒന്നും, ഫജറിന് ശേഷം അഥവാ നോമ്പ് ആരംഭിക്കുന്ന ആ സമയം മുതൽ ഞാൻ അടുക്കുകയില്ല, സമീപിക്കുകയില്ല എന്ന് ബോധപൂർവം തീരുമാനിക്കലാണ് നോമ്പ്. അങ്ങനെ വരുമ്പോൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്ന നമ്മൾ നമ്മുടെ കണ്ണിനും കാതിനും നാവിനും ഒക്കെ നോമ്പുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. സമയം നഷ്ടപ്പെടുത്തുന്ന യാതൊന്നിലേക്കും, പ്രത്യേകിച്ച് റമദാനിന്റെ മഹത്വം മനസ്സിലാക്കിയ ഒരാൾക്കും നീങ്ങുവാൻ സാധിക്കുകയില്ല. വിനോദങ്ങളിലായി, മൊബൈൽ ഫോണുകളിലായി അല്ലെങ്കിൽ ഉറങ്ങിത്തീർക്കുന്ന റമദാനിന്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ, അതിന്റെ പുണ്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, സ്വാഭാവികമായും ക്ഷീണമുണ്ടെങ്കിൽ അല്പം ഉറങ്ങുന്നതിനോ വിശ്രമിക്കുന്നതിനോ എതിർത്തുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ റമദാനിന്റെ ഈ പകൽ സമയം എങ്ങനെ ഒന്ന് തള്ളി നീക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ച് ഏതെങ്കിലും ഗെയിമുകളിൽ അല്ലെങ്കിൽ വിനോദങ്ങളിൽ, കളിതമാശകളിൽ, അതുമല്ലെങ്കിൽ ഉറങ്ങിത്തീർക്കുന്ന രീതി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും. അസ്സിയാമു ജുന്നത്തുൻ യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, നരകത്തിൽ നിന്ന് നമുക്ക് പ്രതിരോധം തീർക്കുവാനുള്ള നോമ്പ്, അതിന്റെ പകൽ സമയം തീർച്ചയായും നന്മകൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട്. ഫലാ യർഫുസ് വലാ യജ്ഹൽ, ഒരു വിശ്വാസി മോശമായൊരു കാര്യവും ഒരു സമയത്തും ചെയ്യാൻ പാടില്ലാത്തതാണ്, റമദാനിൽ പ്രത്യേകിച്ചും. വലാ യജ്ഹൽ, അവിവേകത്തിന്റെ യാതൊന്നും അയാൾ പ്രവർത്തിക്കുകയില്ല നോമ്പുകാരനായിരിക്കെ. വഇനിമ്രുഉൻ ഖാതലഹു, ആരെങ്കിലും അയാളോട് ഔ ശാതമഹു, പോരടിക്കുവാനോ ശണ്ട കൂടുവാനോ ശകാരിക്കുവാനോ അയാളുടെ അടുക്കലേക്ക് വന്നാൽ, ഫൽയഖുൽ, ബോധമുള്ള വിശ്വാസിയായ പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന റമദാനിന്റെ സമയത്തിന്റെ മിനിറ്റുകളുടെ പുണ്യവും മഹത്വവും തിരിച്ചറിയുന്ന വിശ്വാസി എന്ത് പറയണം? ഇന്നിമ്രുഉൻ സ്വാഇം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം. താങ്കൾ പറയുന്നതിനേക്കാൾ നല്ല മൂർച്ചയിൽ മറുപടി പറയാനുള്ള നാവും കഴിവും എനിക്കുണ്ട്. എന്നെ ആക്ഷേപിക്കുന്നതിനേക്കാൾ ശക്തമായി പ്രതിരോധിക്കുവാനും മറുപടി പറയുവാനും എനിക്ക് കഴിയും. പക്ഷേ ഞാൻ പറയുന്നില്ല. എനിക്ക് വിശന്നിട്ടും ഭക്ഷണം കഴിക്കാത്ത, ദാഹിച്ചിട്ടും വെള്ളം കുടിക്കാത്ത ഞാൻ സംസാരിക്കുവാനുള്ള ശേഷിയുണ്ടായിട്ട് ഞാൻ അത് പറയുന്നില്ല. കാരണം ഇന്നിമ്രുഉൻ സ്വാഇം, ഞാൻ നോമ്പുകാരനാണ് എന്നാണ്. അപ്പൊ നോമ്പുകാർക്ക് അവരുടെ കണ്ണിനും കാതിനും നാവിനും കയ്യിനും കാലിനും എല്ലാറ്റിനും നോമ്പുണ്ട്.
ആ രീതിയിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും മെരുക്കിയെടുക്കുമ്പോഴാണ് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരായി മാറുവാൻ വേണ്ടിയിട്ടുള്ള നോമ്പാവുകയുള്ളൂ. അതുകൊണ്ട് നോമ്പ് കേവലം ഭക്ഷണം കഴിക്കാത്ത, വെള്ളം കുടിക്കാത്ത പകൽ സമയമായി ഉറങ്ങിയോ കളിതമാശകളിലൂടെയോ വിനോദങ്ങളിലൂടെയോ അവസാനിപ്പിക്കുന്ന ഒരു നേരമ്പോക്കായി കലാശിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉണർത്തിയതുപോലെ ഹതഭാഗ്യരായ നോമ്പുകാരുണ്ട്. റുബ്ബ സ്വാഇമിൻ, എത്രയെത്ര നോമ്പുകാരാണ് ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതശ്, അവർക്ക് നോമ്പിലൂടെ കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ കുറെ വിശന്നു, കുറെ ദാഹിച്ചു എന്നല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് പരമാവധി ഖുർആനുമായി ബന്ധപ്പെടുവാൻ, ഖുർആൻ പാരായണത്തിനും പഠനത്തിനും ഒക്കെ വേണ്ടി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. സലഫു സാലിഹീങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. അവർ റമദാനിന് മുമ്പേ പ്ലാൻ ചെയ്യും. റമദാനിൽ എത്രമാത്രം ഖത്തം തീർക്കാൻ, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുവാൻ സാധിക്കുമെന്നത്. നിസ്കാരത്തിന് പുറത്തുമൊക്കെയായി അവർ മത്സരിച്ച് ഖുർആൻ ഓതുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും. ആരെയും കാണിക്കാനില്ല, നമുക്ക് സ്വകാര്യമായി നമ്മുടെ റബ്ബുമായിട്ട് സംവദിക്കുവാനും സംസാരിക്കുവാനും പറ്റുന്ന രീതിയിൽ നമ്മുടെ ഓഫീസിലിരുന്ന്, വീട്ടിലിരുന്ന്, അതേപോലെ തന്നെ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഖുർആൻ പാരായണം നമുക്കറിയാവുന്നത് ഓതാം, ഖുർആൻ കേട്ടുകൊണ്ടിരിക്കാം. ഇങ്ങനെ ഒരു പ്ലാനിങ് നമുക്ക് വേണം. എത്ര ഖത്തം തീർക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മൾ ആലോചിച്ച് ഒരു ടൈം സെറ്റ് ചെയ്യണം. എന്റെ ജോലിക്രമം ഇങ്ങനെയാണ്, അപ്പോൾ ഇത്ര സമയം എനിക്ക് രാവിലെ കിട്ടും, അല്ലെങ്കിൽ ഉച്ചക്ക് കിട്ടും, വൈകുന്നേരം കിട്ടും, രാത്രി കിട്ടും. ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓതാൻ 2 മിനിറ്റ് മതി, ഏറി വന്നാൽ 2.5 മിനിറ്റ്. അങ്ങനത്തെ 600 പേജുകൾ നമുക്ക് ഖുർആനിലൂടെ ഓതി തീർത്താൽ 30 ജുസ് ആയി. 20 പേജ് നമുക്ക് ഓതി തീർക്കുവാൻ ഒരു ദിവസം സാധിച്ചാൽ ഒരു ജുസ് നമുക്കായി. 30 ജുസുവും അങ്ങനെ ഓതി തീർക്കണമെങ്കിൽ എത്ര വേണ്ടി വരും? നമ്മൾ ഓരോ ദിവസവും അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പരിശുദ്ധ റമദാനിൽ അള്ളാഹു കനിഞ്ഞരുളിയ പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരായി മാറാൻ സാധിച്ചാൽ ആ ഖുർആനും ആ നോമ്പും റബ്ബിന്റെ മുന്നിൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് നോമ്പും അതേപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു പറഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ 185-ാമത്തെ ആയത്ത്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമളാൻ. ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യന്മാർക്ക് ആകമാനം സന്മാർഗം ആയിക്കൊണ്ടും അതേപോലെ തന്നെ സത്യാസത്യ വിവേചനത്തിന്റെയും നന്മയുടെയും വിവരണമായിക്കൊണ്ടും അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമാണ് വിശുദ്ധ റമളാൻ. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആ മാസത്തിൽ നിങ്ങൾ ആരൊക്കെ സാക്ഷികളായോ, ആ മാസത്തിന് നിങ്ങൾ സാക്ഷികളായോ, അവർ നോമ്പെടുത്തുകൊള്ളട്ടെ എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ, എന്നാൽ ആ റമളാനിൽ ആരെങ്കിലും രോഗിയായി അല്ലെങ്കിൽ യാത്രയിലായി, അപ്പോൾ അവർക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസങ്ങളുണ്ട്. സ്വാഭാവികമായും പടച്ച റബ്ബ് കണ്ടറിഞ്ഞു, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ആ റമളാനിൽ നിന്ന് നോമ്പെടുക്കുവാൻ കഴിയാതെ മിസ്സായ വിട്ടുപോയ ദിവസങ്ങളിൽ അവർ നോമ്പെടുക്കേണ്ടതില്ല. അവർ റമളാനിന് ശേഷം മറ്റേതെങ്കിലും ദിവസങ്ങളിൽ ആ നോമ്പെടുത്ത് വീട്ടേണ്ടതാണ് എന്നാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വല യുരീദു ബിക്കുമുൽ ഉസ്ർ, അവരൊരിക്കലും നിങ്ങളെ ഞെരുക്കുവാൻ, പ്രയാസപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല. നോമ്പൊരു പ്രയാസമായി കപടവിശ്വാസികൾക്ക്, അവിശ്വാസികൾക്ക് തോന്നിയേക്കും. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ റമദാനിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന പുണ്യങ്ങളും നോമ്പിന്റെ നേട്ടങ്ങളും മഹത്വവും ഒക്കെ അറിയുമ്പോൾ അത് റബ്ബ് ഞങ്ങളെ പ്രയാസപ്പെടുത്താനല്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രയാസഘട്ടങ്ങളിൽ രോഗിയുടെയും നോമ്പുകാരന്റെയും ഗർഭിണിയുടെയും മുലയൂട്ടുന്നവരുടെയും ഒക്കെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് മറ്റ് ദിവസങ്ങളിൽ അവർ നോമ്പെടുത്താൽ മതി എന്ന് പറഞ്ഞത്. മറ്റ് ദിവസങ്ങളിലും നോമ്പെടുത്ത് വീട്ടാൻ കഴിയാത്ത രീതിയിൽ ദുർബലരും അവശരുമാണോ എങ്കിൽ ഫിദിയത്തുൻ തുആമു മിസ്കീൻ, പാവപ്പെട്ട ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ ഒരു ദിവസത്തെ നോമ്പിന് പകരം അത് മതി എന്നും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹു നിങ്ങളെ ഹിദായത്തിലാക്കിയതിന്റെ പേരിൽ, അതേപോലെ തന്നെ ആ മാസം പരിപൂർണമായി നോമ്പനുഷ്ഠിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി
നിങ്ങൾ ആ നന്ദി, ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് വലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ളവരായി തീരാൻ അങ്ങനെ പെരുന്നാൾ ആഘോഷിച്ച് ആ റമദാനിന്റെ പൂർണ്ണത കൈവരിച്ച് സന്തോഷത്തോടുകൂടി ആ കർമ്മം നിറവേറ്റുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ, അഥവാ നമുക്ക് സാധിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള വലിയ നേട്ടമാണ് എന്നാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിൽ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റമദാനിലെ രാത്രി നമസ്കാരമാണ്, അഥവാ തറാവീഹ് നമസ്കാരമാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം മനസ്സ് വെക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ റമദാനിൽ എന്ന് മാത്രമല്ല, റമദാൻ അല്ലാത്തപ്പോഴും രാത്രി നമസ്കാരം ഒരു പ്രത്യേകതയായി, ഒരു ഫർദായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രിയിൽ കുറച്ചു മാത്രമേ ഉറങ്ങുകയുള്ളൂ. രാത്രിയുടെ ഒരു പ്രത്യേക സമയം അവർ നമസ്കാരത്തിനു വേണ്ടി റബ്ബുമായി മുനാജാത്തിൽ, രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി മാറ്റിവെക്കും. അവരുടെ പാർശ്വഭാഗങ്ങൾ കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് ഉയർന്ന് പൊന്തി എഴുന്നേറ്റ് പോകും എന്നൊക്കെ ഖുർആൻ പറയുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച നിസ്കാരത്തെ സംബന്ധിച്ച് മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ ഒക്കെ പറഞ്ഞത് മാ കാന യസീദു ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. 11 റക്അത്തിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം നിർവഹിച്ചിട്ടില്ല, റമദാനിലും അല്ലാത്തപ്പോഴും. അതിന്റെ ഭംഗിയെ സംബന്ധിച്ച്, രൂപത്തെ സംബന്ധിച്ച് അവർ വിശദമായി തന്നെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളുവെടുത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്ന് കൈകെട്ടി കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കും, പിന്നെ സലാം വീട്ടും, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ 4 റക്അത്തിന് ശേഷം അല്പം ഒന്ന് വിശ്രമിക്കും. ദിക്ർ ദുആകൾക്കൊക്കെയായി അല്പം ഒന്നൊരു റെസ്റ്റ് എടുക്കാൻ, അതിനാണ് ഇസ്തിറാഹ അല്ലെങ്കിൽ തറാവീഹ് എന്നുള്ള ആ പദം തന്നെ വരുന്നത്. സ്വലാത്തു തറാവീഹ് എന്ന ഹദീസുകളിൽ കാണുക സാധ്യമല്ല. പണ്ഡിതന്മാർ ആ വിശ്രമവേളയെ പരിഗണിച്ചുകൊണ്ട് നൽകിയ പേരാണ് തറാവീഹ് എന്നുള്ളത്. ഖിയാമുൽ ലൈൽ, രാത്രിയിൽ നിസ്കരിക്കുന്നത് കൊണ്ട് ഖിയാമുൽ ലൈൽ എന്ന് പറയും. ഖിയാമു റമദാൻ, റമദാനിലെ പ്രത്യേകമായൊരു നിസ്കാരം റമദാനിൽ പ്രത്യേകമായി അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 11 മാസവും ഉള്ള നിസ്കാരം തന്നെയാണ്. പക്ഷെ റമദാനിൽ പ്രത്യേകം പറഞ്ഞു മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബ. ആരെങ്കിലും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, വിശ്വാസത്തോടുകൂടി രാത്രി നിന്ന് നമസ്കരിച്ചാൽ, റമദാനിന്റെ രാത്രി നിന്ന് നമസ്കരിച്ചാൽ അയാളുടെ ചെറുദോഷങ്ങൾ, കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതേപോലെ വീണ്ടും 4 റക്അത്ത് ഈ രണ്ട് വീതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. എന്നിട്ട് അവസാനത്തിൽ 1 റക്അത്ത് കൊണ്ട് വിത്തറാക്കി ആ നിസ്കാരം അവസാനിപ്പിക്കും. ഇത് പറയുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒക്കെ പറയുന്ന ഒരു കാര്യം, അതിന്റെ ദൈർഘ്യവും അതിന്റെ ഭംഗിയും നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്നാണ്. അത്രമാത്രം നിസ്കാരം ആസ്വദിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദിലും റുകൂഇലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം ചെലവഴിച്ച ആ നിസ്കാരം, അതിന്റെ ചെറിയ ഒരു രൂപമെങ്കിലും നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പ്രവാചകൻ എല്ലാ കാലത്തും നിസ്കരിക്കുമ്പോൾ 3 ദിവസം സ്വഹാബത്തിന് ഇമാമായി നിന്നുകൊണ്ട് ജമാഅത്ത് നമസ്കാരമായി നിർവഹിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് സലഫുസ്സാലിഹ്യങ്ങൾ പിന്നീട് റമദാൻ തറാവീഹ് എന്ന രീതിയിൽ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന രൂപമുണ്ടായത്. അപ്പൊ ഒരാൾക്ക് ഒറ്റക്ക് വീട്ടിൽ നിസ്കരിക്കാൻ സാധിക്കുന്നുള്ളൂ, പള്ളിയിലേക്ക് വരാൻ പറ്റില്ല എങ്കിൽ അയാൾക്ക് ഒറ്റക്ക് നിസ്കരിക്കാം. എന്നാൽ പള്ളിയിൽ വന്ന് ജമാഅത്തായി അത് നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചാലോ,
അതിന്റെ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ്. ഇമാമ് സലാം വീട്ടി പിരിയുന്നത് വരെ ഇമാമിന്റെ കൂടെ ഒരാൾ രാത്രി നിസ്കാരം നിർവഹിച്ചാൽ കുതിബ ലഹു ഖിയാമു ലൈല, രാത്രി മുഴുക്കെ നിന്ന് നിസ്കരിച്ചവന്റെ കൂലി അള്ളാഹു അയാൾക്ക് കണക്കാക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 റക്അത്ത് നിസ്കരിച്ച് അല്ലെങ്കിൽ 6 റക്അത്തോ 8 റക്അത്തോ നിസ്കരിച്ച് പിന്നെ ഒരു തഹജ്ജുദിന് വേണ്ടി അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ബാക്കി 3 നിസ്കരിക്കാൻ വേണ്ടി പോകേണ്ടതില്ല. 11 റക്അത്ത് ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞാൽ ആ കൂലി അള്ളാഹ് നമുക്ക് ഓഫർ ചെയ്യുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. ഇനി ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം, ഒരു ആവേശമുണ്ട് നിസ്കരിക്കാൻ. എങ്കിൽ സുന്നത്തായ നിസ്കാരങ്ങൾ, മുത്തലക്കായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് എപ്പോഴും നഫലായി സുന്നത്തായ രീതിയിൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അവിടെ ഒറ്റയാക്കേണ്ടതില്ല എന്ന് മാത്രം. വുളുവിന്റെ നിയ്യത്തിലോ അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കും. അതേപോലെ മറ്റൊരു കാര്യം കൂടി ഉണർത്തുവാനുള്ളത് സ്വദഖകൾ. ഈ ദിവസങ്ങളിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കർരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിനനുസരിച്ച്, സമ്പാദ്യത്തിനനുസരിച്ച് നിർബന്ധമായ ദാനം, സക്കാത്ത് കൊടുക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അത് കണക്ക് കൂട്ടി അത് കൊടുക്കണം. അതല്ലാത്ത ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ, അതിനും നമ്മൾ മനസ്സുവെക്കണം. അങ്ങനെ റമദാനിനെ എല്ലാ അർത്ഥത്തിലും മുതലാക്കുവാൻ, നമുക്ക് സമ്പാദ്യമാക്കി മാറ്റാൻ നാം മനസ്സ് വെച്ചാൽ തീർച്ചയായും റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയായിരിക്കും. ഇല്ലെങ്കിൽ റമദാനും ഖുർആനും ഒക്കെ എതിർ സാക്ഷിയായി വരുന്ന ദുരന്തം നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ, അതിന്റെ ഓരോ നിമിഷങ്ങളും സൽക്കർമ്മങ്ങളിലൂടെ, നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, പുണ്യകർമ്മങ്ങളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ എല്ലാം നന്മകൾ കൊണ്ട് നിറക്കാൻ നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റഹ്മാനായ റബ്ബ് നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى